ചിലത് മാറും. ഇതാണല്ലോ BJPയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. എന്ത് മാറ്റമാണ് ഇവർ കേരളത്തിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നത്? അത് തിരിച്ചറിയണമെങ്കിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇക്കൂട്ടർ ഭരിക്കുന്ന ഗുജറാത്തിന്റെ സാമൂഹ്യ സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കണം. വൈബ്രന്റ് ഗുജറാത്ത് എന്നാണ് വിശേഷണം. അതിധനികരുടെ ഗുജറാത്താണ് വൈബ്രന്റ് ആയിരിക്കുന്നത് എന്ന് മാത്രം. ഒരു ചെറുവിഭാഗം കോടീശ്വരന്മാർ ഒരു വശത്തും പരമദരിദ്രരായ ഗ്രാമീണ ജനങ്ങൾ മറുവശത്തും. ഞെട്ടിപ്പിക്കുന്ന ഈ സാമ്പത്തിക അസമത്വമാണ് ഗുജറാത്തിന്റെ മുഖമുദ്ര. ചമാറുകളും വങ്കാറുകളും വാൽമീകികളും അടങ്ങുന്ന ദരിദ്ര കോടികൾ സാമൂഹ്യ നിലയുടെ പിന്നാമ്പുറങ്ങളിൽ നരകിക്കുന്നു. ഗുജറാത്തിൽ ഗ്രാമീണരിൽ 44% ജനങ്ങളും പോഷകാഹാരക്കുറവ് നേരിടുന്നവരാണ്. 55% സ്ത്രീകളും രക്തക്കുറവിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. വളർച്ച മുരടിച്ച കുട്ടികളുടെ എണ്ണം ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇന്ന് ഗുജറാത്ത്. 39.7% കുട്ടികളും ഇന്ന് അണ്ടർ വെയ്റ്റ് ആണ്. 25.1% കുട്ടികളും ദാരിദ്ര്യം മൂലം മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. ഗുജറാത്തിന്റെ ഈ നിലയിലേക്ക് കേരളത്തെയും മാറ്റുക എന്നതാണോ BJPയും സംഘവും ലക്ഷ്യമിടുന്നത്? ഇനി നമുക്ക് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഉത്തർപ്രദേശിന്റെ അവസ്ഥയൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മാതൃമരണ നിരക്ക് MMR ഇന്നും UPയിലാണ്. 1 ലക്ഷം പ്രസവത്തിനിടയിൽ 167 അമ്മമാർ മരണമടയുന്നു. കേരളത്തിൽ MMR 30 ആണെന്ന് നാം ഓർക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക് 1043 കുട്ടികൾ ഉത്തർപ്രദേശിലാണ്. പോഷകാഹാരക്കുറവിനാൽ വളർച്ച മുരടിച്ച കുട്ടികളുടെ എണ്ണം ഉത്തർപ്രദേശിൽ 46.2%. ക്രമസമാധാന പാലനത്തിന്റെ ഉത്തർപ്രദേശ് പതിപ്പ് അഗ്രസീവ് പോലീസിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. കുറ്റാരോപിതരെ തെരുവിലിട്ട് വകവരുത്തുന്ന രീതിയാണിത്. അറസ്റ്റ്, ജാമ്യം, വിചാരണ തുടങ്ങി നിയമവാഴ്ചയുടെ രീതികൾ ഒന്നും ഉത്തർപ്രദേശിന് ബാധകമേ അല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 15,700 പോലീസ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഇപ്രകാരം തെരുവിൽ പോലീസിനാൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം 256 ആണ്. കുറ്റാരോപിതരാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വ്യക്തികളുടെ വീടും വസ്തുവകകളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരപ്പാക്കുന്നു. അലഹബാദ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബുൾഡോസർ രാജിനെ കർശനമായി വിമർശിച്ചിട്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിയമവാഴ്ച തകർന്ന ഉത്തർപ്രദേശിന്റെ ഈ അവസ്ഥയിലേക്ക് കേരളത്തെയും മാറ്റുമെന്നാണോ BJPയും സംഘവും പ്രചരിപ്പിക്കുന്നത്?